മരിക്കാനാവുന്ന ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റും കഴുകന്മാർ നിൽക്കില്ല. അതേപോലെയാണ് ഈ ഓൺലൈൻ മീഡിയാസ്. മനസ്സിലായോ? ആൽബത്തിന്റെ ഷൂട്ടിനിടയ്ക്ക് ചെറിയൊരു കഴുത്തിന്റെ അവിടെ കിസ് ചെയ്യുന്ന സീൻ അതൊക്കെ ഡയറക്ടർ പറയല്ലോ നമ്മൾ ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന സാധനം മുഴുവനായിട്ട് ആൽബത്തിൽ വരൂല, ചെറിയ ഭാഗങ്ങൾ. ഈ ഓൺലൈൻ മീഡിയാസ് കഴുകന്മാരെ പോലെ ചുറ്റും നിന്നിട്ട് അവർ പകർത്തുന്ന സാധനങ്ങളാണ് നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ ഇരുന്നാ ഒന്ന് പറയണ്ട ദാസേട്ടാ, ഞങ്ങള് തെറ്റിദ്ധരിച്ചില്ലേ? ഞങ്ങള് കരുതി നിങ്ങളുടെ ടീമൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിടുക എന്നുള്ളത്. ആളുകളെ പൊട്ടന്മാരാക്കണോ ദാസേട്ടാ? അത് ശരിയാണ്, നമുക്ക് ഒരുപാട് വിഷ്വൽസ് എടുത്തു കഴിഞ്ഞാൽ അവസാനം എഡിറ്റിംഗ് ടേബിളിൽ എത്തുന്ന സമയത്തായിരിക്കും കറക്റ്റ് ആയിട്ടൊരു സാധനം നമ്മൾ കയ്യിൽ വെക്കുക. പക്ഷെ ഈ ലോക്കൽ പരിപാടിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ചോദിക്കുകയാണ് കേട്ടോ. എടോ, നിങ്ങളൊക്കെ അഭിനയിക്കുന്ന ഈ പരിപാടിയൊക്കെ ഇറങ്ങാറുണ്ടോ? കാണാറില്ല, അതുകൊണ്ട് ചോദിക്കുക. രേണുസുതിയുടെ കൂടെയാണത്ര എല്ലാ ക്യാമറാമാൻമാരുള്ളത്. അതായത് രേണുസുതി വിളിച്ചങ്ങ് പറയും, എനിക്ക് വൈറലാവണം, തെറി കേട്ടാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, അത്രേ ആഗ്രഹമുള്ളൂ എന്നാണ് ദാസേട്ടൻ പറയുന്നത്. എന്തായാലും ദാസേട്ടനാകെ കുടുങ്ങി. ദാസേട്ടൻ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. 2 ആൽബമാണ് ചെയ്തിട്ടുള്ളത്. 2 ആൽബത്തിലും കൂടി നല്ല 8ന്റെ പണി വാങ്ങിക്കൂട്ടി എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ദാസേട്ടന്റെ സങ്കടം കേക്ക് തന്നെ വേണം കേട്ടാ. ആൽബത്തിന്റെ വർക്കാണ്, അത് റീൽസ് അല്ല. ആൽബത്തിന്റെ വർക്ക് സമയത്ത് ഇപ്പൊ രേണുസുതി ആയ സ്ഥിതിക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കംപ്ലീറ്റ് ചുറ്റുണ്ടാവും. അവര് കണ്ടന്റിന് വേണ്ടി നമ്മളെ ഈ എന്താ പറയാ, ഈ നമ്മളെ ഈ മരുഭൂമിയിലൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഈ കഴുകന്മാരൊക്കെ ഈ നമ്മളിങ്ങനെ മരിക്കാനാവുന്ന ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റും കഴുകന്മാർ നിൽക്കില്ല. അതേപോലെയാണ് ഈ ഓൺലൈൻ മീഡിയാസ്. മനസ്സിലായോ? ആൽബത്തിന്റെ ഷൂട്ടിനിടയ്ക്ക് ചെറിയൊരു കഴുത്തിന്റെ അവിടെ കിസ് ചെയ്യുന്ന സീൻ അതൊക്കെ ഡയറക്ടർ പറയല്ലോ നമ്മൾ ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന സാധനം മുഴുവനായിട്ട് ആൽബത്തിൽ വരൂല, ചെറിയ ഭാഗങ്ങൾ. ഈ ഓൺലൈൻ മീഡിയാസ് കഴുകന്മാരെ പോലെ ചുറ്റും നിന്നിട്ട് അവർ പകർത്തുന്ന സാധനങ്ങളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പം ഒരു സിനിമേൻ്റെ അകത്ത് ഒരു ബെഡ്റൂം സീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആയിരിക്കും ആ സീൻ, അല്ലേ? 1 2 3 4 ടേക്കുകൾ എടുക്കും. അതുപോലെ ആ ടേക്കുകൾ എടുക്കുന്ന സമയത്ത് ഇവർ കഴുകന്മാരെ പോലെ ചുറ്റും നിന്നിട്ട് ഓരോന്ന് ചോർത്തിയിട്ട് പുറത്തു വിടുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവര് ഈ രേണുസുതി എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇവര് രേണുസുതിന്റെ കൂടെ അപ്പുറം ഉണ്ടായിരിക്കും. രേണുസുതിനോട് ദാസേട്ടൻ കോഴിക്കോടെന്നല്ല, ഏത് വ്യക്തി അഭിനയിച്ചു കഴിഞ്ഞാലും ഓൺലൈൻ ടീം അവിടെ എങ്ങനെയെങ്കിലും പാഞ്ഞെത്തും. മനസ്സിലായോ? അതാണ് അവിടെ സംഭവിച്ചത്. ഇത് റീൽസിന്റെ ഷൂട്ടല്ല, ആൽബത്തിന്റെ ഷൂട്ടാണ്. ആൽബം പുറത്തിറങ്ങുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. കാര്യം എന്താ പറയാ, അവർക്ക് കണ്ടന്റിന് വേണ്ടി, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രേണുസുതിനെ പോലത്തെ വ്യക്തികളെ പിന്നാലെ നടക്കുന്നു. അവൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരെ ഉടമകളുണ്ടാവും, അല്ല അവളെ കൂടെ ഇവരുണ്ടാവും. ഇപ്പം ഞാൻ നാളെ ഒറ്റയ്ക്ക് ഒരു ആൽബം ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഞാൻ ആരും അങ്ങനെ വിളിക്കാറില്ല. അത് ശരി. അപ്പൊ രേണുസുതി വിളിച്ചു വരുത്തിയിട്ടാണ് അവരൊക്കെ വരുന്നതല്ലേ? ഇത് നമുക്ക് മുന്നേ അറിയാം. എന്താ സുധീർ ചേട്ടന്റെ ആണ്ടിന്റെ അന്ന് എല്ലാവരും വരണേ എന്ന് പറഞ്ഞ് വിളിച്ച് എല്ലാവരും വന്നിട്ട് അവിടെ പേക്കുത്തും കാര്യങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ കാണിച്ച ആളല്ലേ? ഞാനാരും വിളിച്ചില്ല എന്ന് പിന്നെ നുണയം പറഞ്ഞ ആളല്ലേ ഈ രേണുസുതി. ഇവൾ പോണിടത്തൊക്കെ എന്താണ് കഴുകന്മാര് പോലെ എന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് കരിപ്പട്ടിയുടെ ചുറ്റിൽ ഉറുമ്പുകൾ വളയുമല്ലോ, അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രേണുസുതി വിളിക്കും, അവർ വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ ആൽബത്തിന്റെ അല്ലെങ്കിൽ റീലിന്റെ അല്ലെങ്കിൽ പ്രഹസനത്തിനൊക്കെ ഒരു സംവിധായകൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സംവിധായക ചേച്ചി, ഇവരൊന്നും പറയില്ല? സത്യത്തിൽ ഒരു ആൽബം ചെയ്യുമ്പോൾ അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാവും. ആ പ്രൊഡ്യൂസർ റൈറ്റ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ റൈറ്റ് എടുത്ത ആളുകളാണ് ഇതിന്റെ ലൊക്കേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തുവിടേണ്ടത്. പക്ഷെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ വന്നിട്ടാണ് അത്രേ ഈ സാധനങ്ങളൊക്കെ പുറത്തു വിടുന്നത്. അപ്പൊ അവരുടെ കഴിവുകേട് തന്നെയാണെന്നുള്ളതാ. പക്ഷെ ദാസേട്ടൻ പറഞ്ഞെന്താ, ഇത് റീൽസും കാര്യങ്ങളൊന്നുമല്ല, ഇത് ആൽബാണെന്നല്ലേ. പക്ഷെ ചാച്ചി പുറത്തു വന്നിട്ടുണ്ട്, നമ്മുടെ സംവിധായക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാന്ന് അവിടെ നിന്നാണ് ചാച്ചി പറയുന്നത്. എന്തായാലും വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ട്. തലയും കൊണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായില്ലേ? കുറെ ആളുകൾ ചോദിക്കുന്ന സെപ്റ്റിക് ആയില്ലല്ലോ എന്നുള്ളതാണ് രേണുസുധീന്റെ അടുത്ത് പോയപ്പോഴേ. എനിക്കറിയില്ല കേട്ടോ അതെന്താ അതിന്റെ അർത്ഥം എന്നുള്ളത്. സംവിധായക പറയാനുള്ളത് കേൾക്കാം. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് അവര് അവിടുത്തെ മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അത് ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് ആ വീഡിയോ എടുത്തത്. എന്റെ പൊന്നു ദാസേട്ടാ, എന്തൊക്കെ ഇപ്പൊ കേക്കണേ? ചേച്ചി മൊത്തത്തിൽ ക്ലാസ് ഒക്കെ മലത്തിയല്ലോടെ, ഉള്ള വെള്ളമൊക്കെ പുറത്തു പോയില്ലേ? അത് ശരി. അപ്പൊ നിങ്ങള് 3 ചേർന്നുകൊണ്ട് കാണിച്ചു കൂട്ടി തന്നെയാണല്ല എടുത്ത് പൊക്കലും ചാടിക്കളിക്കലും ഒക്കെ. ചേച്ചി പറഞ്ഞതൊന്നും ആൽബത്തിലില്ല എന്നുള്ളതാണ്. എന്നാലും ദാസേട്ടാ, ഇതിന്റെ കൂടെ അങ്ങനെ നടന്നുള്ള വില മൊത്തം കളയരുത്. ഞാൻ കാര്യമായിട്ട് പറയാണ്.
രേണുസുതിക്ക് ആകെയുള്ള റീച്ച് തെറി റീച്ചാ. അത് തെറി പറയാൻ ആളുകൾ പോകുന്നതാണ്. അതൊക്കെ ചേട്ടായി നിങ്ങൾ മനസ്സിലാക്ക്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനെ ഇപ്പൊ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ല അത് ആവുന്നത്. നിങ്ങൾ ആൽബത്തിൽ അങ്ങനെ എന്താ 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കും. ശരിക്കും റീലായിരുന്നു അത്. അത് വീഡിയോ വിഷ്വൽ റീൽ പ്രൊമോഷൻ എടുത്തത് റീലായിരുന്നു അത്. പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്. അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എന്റെ ഇഷ്ടപ്രകാരമാണ്. ഓഹോ ചേച്ചിയുടെ ഇഷ്ടപ്രകാരമല്ല, അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരമാണ് അത്ര അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. അല്ല ചേച്ചി ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ചേച്ചി ആ സംവിധായകയല്ലേ? അതിന്റെ ഇടയിൽ ഒരു ചെക്കനെ കെട്ടിപ്പിടിച്ച് ഉമ്മക്കുന്ന ഒരു സീനൊക്കെ വന്നിരുന്നല്ലോ. അതിന്റെ ഇടയിൽ രേണുസുദിനെ കയറി വരുന്നു, ഞാൻ അറിയാതെ കണ്ടതുപോലെയുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോൾ പശുച്ചാണകത്തിൽ ചവിട്ടിയ പോലത്തെ ഒരു നോട്ടം നോക്കി ആ ഒരു സീനൊക്കെ അതിൽ തന്നെയല്ലേ ഉള്ളത്. എന്തായാലും നല്ല ആളുകളെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ലെവൽ ആക്ടർ ലെവൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രണസുനെ പറയുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനങ്ങൾ എനിക്ക് കൊടുന്നതായോ എന്നുള്ളത്. അതായത് ഇന്റർനാഷണൽ ലെവലുള്ള ദുബായിലൊക്കെ പോയിട്ട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇവര് ഗൾഫിൽ പോയിട്ട് ഏതോ ഒരു ലോക്കൽ ബാറിന്റെ ഉദ്ഘാടനം കഴിച്ചിട്ട് അവിടെ ഒരു തുള്ളിച്ചാട്ടമൊക്കെ നടന്നത് കണ്ടിരുന്നു. അതേപോലത്തെയാണോ വേണ്ട ചേച്ചിക്ക്? കിട്ടുമോ നോക്കട്ടെ കേട്ടാ ചേച്ചിയെ. എന്റെ പൊന്നു ചാച്ചി, ആ കൂലിപ്പണിക്കും പോയിട്ടുണ്ടെങ്കിലും കുടുംബം നോക്കാൻ പറ്റും. ഈ പോഴത്തരങ്ങൾ കാണിച്ചിട്ട്, ഈ അലവലാതിരി കാട്ടപരാധം കാണിച്ചിട്ട് എന്തിനാ വെറുതെ ഉള്ള വില വീണ്ടും കളയുന്നത്? ഏറിയ 3 മാസം, അതും കൂടി കഴിഞ്ഞ് ഇതൊക്കെ നിൽക്കും. നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ലടോ. ആറാട്ടണ്ണനൊക്കെ കുറച്ച് ബോധെങ്കിലും ഉണ്ടെന്ന് പറയാം, കുറച്ച് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടെന്ന് പറയാം. ആ മറ്റേ മണ്ടന്റെ പേരെന്താണ്, അലിൻ ജോസ് പെരേര. അതിനൊന്നും ഇപ്പൊ കാണാനില്ല. ഇതും അങ്ങനെ തന്നെ പൊയ്ക്കോളും. ഇത് പോവാൻ വളരെ സിമ്പിളാന്നുള്ളതാണ്. നിങ്ങൾ ഇതിന്റെ വീഡിയോ വരുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക, അത് തള്ളി കളഞ്ഞാൽ മതി. തെറി വിളിക്കാൻ പോണ കാരണമല്ലേ ഇത് വലുതാവുന്നേ. ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. ആദ്യം തെറി വിളിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നേ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തി പോവാണ്. അപ്പൊ റീച്ച് കുറയുക. അതുകൊണ്ട് പിന്നെ ഇടക്കിടക്ക് കാണിച്ചും കാണിക്കാതൊക്കെ ഉള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഡെയിലി കാണാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചു നിൽക്കണം. അതാണ് ചാച്ചിയുടെ ഒരു ലെവല്. ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോടിന് കുടുംബമുണ്ടോ മറ്റുണ്ടോ എന്നൊന്നും അവൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവളിങ്ങനെ ഓരോ മീഡിയാസിനെ വിളിച്ചു വരുത്തും. അവള് പോണ വഴിയിലൊക്കെ മീഡിയാസ് വരും. അല്ലാതെ ഇവര് പോണതൊക്കെ എങ്ങനെ അറിയുന്നേ? ഇവരുടെ ഷൂട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇവരെങ്ങനെ അറിയുന്നേ? അത്രേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലടോ. അങ്ങ് കയറി ചെല്ലുക, എടുക്കുക. ഇതില് കുറെ പാവങ്ങൾ പോയി പെടും, ദാസേട്ടനെ പോലുള്ള ആളുകൾ എന്നുള്ളതാണ്. ഇനിയെങ്കിലും ദാസേട്ട ഈ കോംബോ ഒന്ന് മാറ്റിപ്പിടി, വേറെ വല്ലതും ചെയ്യാൻ നോക്ക്. വല്ല സിനിമയിലൊക്കെ കയറി പറ്റാൻ നോക്ക്. രേണുസുദിക്ക് ഈ പറയുന്ന സീരിയലോ മറ്റുള്ള സാധനങ്ങളൊന്നും ഒരു താല്പര്യമില്ല. ഈ കോപ്രായത്തരകൾ കാട്ടി നടക്കാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാല്ലേ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. വീണ്ടും വരാട്ടോ പുതിയ അപ്ഡേഷനായിട്ട്. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.